ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം, സിമ്മിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ 1 kg ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഇത് ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. 3 മീഡിയം സൈസ് സവോളയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്, അതൊരു 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലോട്ടൊരു 2 മീഡിയം സൈസ് തക്കാളി, അതൊന്ന് അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 15 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ വെള്ളമെല്ലാം ഒരുവിധം വറ്റി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ഈ സമയം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം ഒന്നുകൂടെ വറ്റി തിക്കായി വരുന്നവരെ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കുമ്പോഴേക്കും അത് ഡ്രൈ ആയി വന്നിരുന്നു. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്